ഇന്നൊരു വഴുതനങ്ങ തീയലാണ് അമ്മൂമ്മ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നല്ല വലിപ്പമുള്ള ഒരു വഴുതനങ്ങ നാലായിട്ട് കീറിയത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനായിട്ടുള്ള സാധനങ്ങളാണ് കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ തേങ്ങായി. തീയലിനാവശ്യമായ ഉള്ളി, പച്ചമുളക്, തക്കാളി, വഴുതനങ്ങ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒറ്റ തവണയൊന്ന് കറക്കി, അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. സോ ഗൈസ്, നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, ലേശ ഉലുവാപ്പൊടി, ഇത് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലൊന്നുകൂടെ ചൂടാക്കണം, പച്ചമണം മാറുന്ന വരെ. അരയ്ക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക് വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ശകലം എണ്ണയും കൂടെ വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും നന്നായി വഴലുമ്പോൾ ഒരു തക്കാളി മുറിച്ചത് വെച്ചിട്ടുണ്ട്, അത് ഇതിൽ ചേർക്കണം. ഉള്ളിയും പച്ചമുളകും വഴുന്നതിനകത്തോട്ട് വഴുതനയവും അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റണം. കൂട്ടെല്ലാം ഒന്നായിട്ട് മിക്സ് ചെയ്ത് തീ കുറച്ചിട്ട് വഴറ്റണം. അല്പം കരിയാപ്പിലയും കൂടെ ചേർക്കും. നന്നായി വഴണ്ട് വരണം. നമ്മുടെ ഈ കഷ്ണങ്ങളെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന പുളി നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇതൊന്ന് വേവാൻ അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. തീയലിന് വറുത്ത് വെച്ച തേങ്ങയും മുളകും മല്ലിയും അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ വെന്ത കഷ്ണത്തിലേക്ക് ചേർക്കുക.
പുളി പിഴിഞ്ഞ വെള്ളം കുറച്ച് ചേർക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. പുളി പിഴിഞ്ഞ് ഇതിലേക്ക് കടുക് വറുക്കാനായി 2 വറ്റൽമുളക് മുറിച്ചതും 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, കടുക്, നമ്മുടെ ഈ കൂട്ടിലേക്ക് ലേശം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടിയതിനകത്തോട്ട് നമ്മൾ 2-3 കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തീയലിൻ്റെ വെന്തിരിക്കുന്ന തീയലിൻ്റെ കഷ്ണത്തിലോട്ട് കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുത്തു. നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.